ഹലോ. ചാപ്റ്റർ 4 സാൻകേൻ. സാൻകേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വിഷു ഒക്കെ ആഘോഷിക്കുന്നത് പോലെയുള്ള ഒരു ഉത്സവമാണ്. ഇത് അരുണാചൽ പ്രദേശിലാണ് ആഘോഷിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സാൻകേൻ അല്ലെങ്കിൽ സാൻകേൻ ഫെസ്റ്റിവൽ, a special New Year festival celebrated by Khamti tribe in Arunachal Pradesh. അരുണാചൽ പ്രദേശിൽ പല ട്രൈബിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതിലുള്ള കാംതി ട്രൈബ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു സെലിബ്രേഷൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇത് ഏപ്രിൽ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. അതുപോലെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വാട്ടർ ഫെസ്റ്റിവൽ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ന്യൂ ഇയറിന്റെ ഡേയില് അവര് ബുദ്ധ സ്റ്റാച്യൂസും വീടുകളും ഒക്കെ നന്നായി ക്ലീൻ ചെയ്യും. നമ്മൾ ഹോളിയിൽ കളറുകൾ കൊണ്ട് കളിക്കില്ലേ, അതുപോലെ വാട്ടർ കൊണ്ട് എല്ലാരും ഒഴിച്ച് കളിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണിത്. അപ്പൊ അവര് വിശ്വസിക്കുന്നത് ഈ ഒരു വെള്ളത്തിൽ അവരുടെ എല്ലാ ബാഡ് തിങ്സും കഴുകിക്കളഞ്ഞ് നല്ല ഒരു ന്യൂ ഇയർ വരവേൽക്കാൻ വേണ്ടി അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ആണ് സാൻകേൻ. ഈ ചാപ്റ്ററിൽ സാൻകേന്റെ ടൈമിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. अरुणाचल प्रदेश में चौखाम के मंडल कार्यालय में വല്ലരി के पिताजी एक अधिकारी है. ഇതൊരു സ്റ്റോറിയാണ്. ഇവിടെ വല്ലരി ഈ പിക്ചറിൽ കാണുന്നതായിരിക്കും വല്ലരി. ഇത് അവളുടെ പിതാജി, അവളുടെ അച്ഛനാണ്. അപ്പൊ അരുണാചൽ പ്രദേശിലുള്ള ചൗഖാം എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ഡൽ കാര്യാലയ്, നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷണൽ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് ഒക്കെ പറയില്ലേ, അതുപോലെയുള്ള മണ്ഡൽ കാര്യാലയ്. അവിടെ വല്ലരിയുടെ ഫാദർ ഒരു അധികാരിയാണ്, അവിടുത്തെ ഒരു ഓഫീസറാണ്. इस बार उन्होंने दिल्ली से अपने परिवार को भी अपने पास बुला लिया है. इस बार उन्होंने, അതായത് അദ്ദേഹം ഈ പ്രാവശ്യം ദില്ലി സെ അപ്നെ പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി. അപ്പൊ വല്ലരിയുടെ ഫാദർ അരുണാചൽ പ്രദേശിലെ ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലി എവിടെയാണുള്ളത്? ദില്ലി, അതായത് ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം, ഈ ഒരു ഉത്സവത്തിന്റെ സമയമായിരിക്കാം, ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഫാമിലിനെ അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാൻ ദില്ലി के भीड़ भरी सड़कें, हॉर्न बजाते हुए कारें और बसें, आदमियों की लंबी लंबी कतारें और कहा ചൗഖാം കാ ഖുലാ ഓർ ശാന്ത് വാതാവരൺ. ഈ ലൈനില് അവര് ഡൽഹിനെയും ഇപ്പൊ ഈ അരുണാചൽ പ്രദേശിലുള്ള ചൗഖാം എന്ന് പറഞ്ഞ സ്ഥലത്തിനെയും ഒന്ന് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ദില്ലിയിൽ എങ്ങനെയാണ്? ഭീഡ് ബരി സഡ്കേ, ഭീഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള റോഡുകളാണ്. ഹോൺ ബജാത്തെ ഹുയെ കാരേ ഓർ ബസേ, ഫുൾ ടൈം ഹോൺ അടിച്ചുകൊണ്ട് കാറുകളും ബസ്സുകളും. പിന്നെയോ ആദ്മിയോ കി ലംബി ലംബി കതാരെ, കതാരെ എന്ന് പറഞ്ഞാൽ ക്യൂ, ലൈന്. അപ്പൊ നിറയെ ആളുകൾ ഉണ്ടാവും റോഡില്. ആൻഡ് കഹാം ചൗഖാം കാ ഖുലാ ഓർ ശാന്ത് വാതാവരൺ. ഇത് ഒരു ചെറിയ ഗ്രാമമാണ് ചൗഖാം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഡൽഹിയിലെ പോലെ നിറയെ ആളുകളും നിറയെ വണ്ടികളും ഒന്നുമില്ല. ഓക്കെ. ജിധർ ദേഖോ ഹരിയാലി ഹരിയാലി ഓർ ഫൂലി ഫൂൽ. എവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ പച്ചപ്പും ഗ്രീനറിയും ഫൂൽ ഹി ഫൂൽ, പൂക്കളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഡൽഹിയിലോ നിറയെ ബിൽഡിങ്സും ആളുകളും വാഹനങ്ങളും ഒക്കെ ആയിരിക്കും കാണുക, അല്ലെ? അപ്പൊ അത് ഭയങ്കര ക്രൗഡഡ് ആണ്, നമുക്ക് ഭയങ്കര തിരക്ക് തോന്നും. പക്ഷെ ഇവിടെയോ നല്ല ശാന്തമായ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. यहाँ के लोगों के मुखों पर सदैव मुस्कान बनी रहती है. यहाँ के लोगों की मुखों पर, ഇവിടുത്തെ ആളുകളുടെ മുഖത്തൊക്കെ സദൈവ് എപ്പോഴും മുസ്കാൻ ബനി രഹത്തി ഹെ, എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാകും. മറ്റു തിരക്കുള്ള സ്ഥലത്താണെങ്കിലോ ആളുകള് അവരുടെ ഓരോ തിരക്കിന് വേണ്ടി ഓടിപ്പോവുമായിരിക്കും, അല്ലെ? അവർ ടെൻഷനിലായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അർജൻസിയിലായിരിക്കും, അങ്ങനെയായിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെയെല്ലാം പീസ്ഫുള്ളും സ്ലോവും ഒക്കെ ആയതുകൊണ്ട് ആളുകളൊക്കെ എപ്പോഴും ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തോടെയാണ് എപ്പോഴും ഉണ്ടാവുക. एक दिन वल्लरी को उसके मित्र चावतान ने अपने घर बुलाया.
ഒരു ദിവസം വല്ലരിയെ അവര് അച്ഛന്റെ നാട്ടിലേക്ക് പോയിരിക്കുകയാണല്ലേ. അപ്പൊ അവിടെ വല്ലരിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം വല്ലരിയുടെ ഫ്രണ്ടായ ചൗതാനെ അപ്നെ ഘർ ബുലായ. വല്ലരിയെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. വല്ലരി അപ്നെ പിതാജി കെ സാത്ത് ചൗതാൻ കെ ഘർ ഗയി. വല്ലരി അച്ഛനെയും കൂട്ടി ചൗതാൻ കെ ഘർ ഗയി. ചൗതാന്റെ വീട്ടിലേക്ക് പോയി. उस समय ചൗതാൻ കെ പിതാജി ഘർ കി സഫായി കർ രഹേ ഥേ. ആ സമയത്ത് വീട്ടിലേക്ക് ഇവർ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചൗതാൻ കെ പിതാജി ഫാദർ ഘർ കി സഫായി കർ രഹേ ഥേ. സഫായി എന്ന് പറഞ്ഞ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലരി और उसके पिताजी को देखकर उन्होंने सफाई का काम छोड़ दिया. ഇവര് വരുന്നത് കണ്ടപ്പോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അപ്പൊ ഇവര് രണ്ടുപേരെയും കണ്ടപ്പോ ഉന്നോനെ സഫായി കാ കാം, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. और उन दोनों का स्वागत किया. അവരെ രണ്ടുപേരെയും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് സ്വാഗത് കിയ, വെൽക്കം ചെയ്തു. ചൗതാൻ കി മാതാജി കൈ പ്രകാർ കെ പക്വാൻ ലേ ആയി. വീട്ടിലേക്ക് ഗസ്റ്റ് വന്നതല്ലേ. അപ്പോ ചൗതാന്റെ മാതാജി, അവന്റെ മദർ, കൈ പ്രകാർ കെ പക്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്നാക്സ് ആണ്. ഈ പക്വാൻ ബഹുത് സ്വാദിഷ്ട ഥേ. ഈ പലഹാരങ്ങളൊക്കെ വളരെ സ്വാദിഷ്ടമായിരുന്നു, വളരെ ഡിലീഷ്യസ് ആയിരുന്നു. വല്ലരി और उसके പിതാജി പക്വാൻ ഖാനെ ലഗെ. വല്ലരിയും അവളുടെ ഫാദറും കൂടി ഈ കൊണ്ടുവച്ചിരിക്കുന്ന സ്നാക്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. തभी വല്ലരി ने देखा कि सड़क पर एक शोभा यात्रा निकल रही है. അങ്ങനെ അവര് പുറത്തേക്കൊക്കെ നോക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡിലൂടെ ഒരു ശോഭായാത്ര നികൽ രഹി ഹെ. ശോഭായാത്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഒക്കെ സമയത്ത് കാണാറില്ലേ, ആളുകൾ എല്ലാരും കൂടി റോഡിലൂടെ താലപ്പൊലിയും പിന്നെ ദൈവത്തിന്റെ മൂർത്തിയും പിന്നെ പല പല പ്രോപ്സ് ഒക്കെ ആയിട്ട് നടന്നു പോകുന്നത് കാണാറില്ലേ. അപ്പൊ അതിനെയാണ് ശോഭായാത്ര എന്ന് പറയുന്നത്. അപ്പൊ ശോഭായാത്രമേ ബഹുത് സേ ലോഗ് ദേ. ഈ പോകുന്ന ശോഭായാത്രയിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ബഹുത് സേ ലോഗ് ദേ. കുച്ച് ലോഗോं के कंधों पर പാലക്കിയാം ധി. പാലക്കിയാം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പല്ലക്ക് എന്നൊക്കെ പറയും. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തെയൊക്കെ സിനിമകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതില് കാണാം രാജാക്കന്മാരുടെ സെർവൻസ് ഒക്കെ അവരെ ഒരു കാരേജിലാണ് കൊണ്ടുപോകുന്നത്. അതിന് മലയാളത്തിൽ പല്ലക്ക് എന്നാണ് പറയുന്നത്, ഹിന്ദിയില് പാലക്കിയാം, പല്ലക്കുകൾ എന്നാണ് പറയുന്നത്. ഇൻ പാലക്കിയോ മേ ബഡി ഓർ സുന്ദർ സുന്ദർ മൂർത്തിയാം രഖി ഹുയി ഥി. ഈ പല്ലക്കിന്റെ ഉള്ളിലൊക്കെ എന്താ കാണാൻ പറ്റിയത്? ബഡി ബഡി, വലിയ വലിയ, സുന്ദർ സുന്ദർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മൂർത്തിയാം, പ്രതിമകള്, രഖി ഹുയി ഥി, വെച്ചിട്ടുണ്ടായിരുന്നു. ശോഭായാത്ര മേ സബ് ലോഗ് നാച്തേ ഖാത്തെ ഹുയെ ജാ രഹേ ഥേ. ഈ ഒരു ശോഭായാത്രയില് പോകുന്ന ആളുകളൊക്കെ ഡാൻസും ചെയ്ത് പാട്ടും പാടിക്കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ലോകോമേ ബഹുത് ഉത്സാഹ. എല്ലാരും ഭയങ്കര ഉത്സാഹത്തോടെയാണ് പോകുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ശോഭായാത്രയിൽ പോയിക്കൊണ്ടിരുന്നത്. വല്ലരീനെ ചൗതാൻ സെ പൂച്ച. വല്ലരി അവരുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, ഈ ലോഗ് കഹാൻ ജാ രഹേ ഹേ. ഈ ആളുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ബഹുത് പ്രസന്ന ദിഖ് രഹേ ഹേ. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ കാണുന്നത്. ചൗതാൻ ने बताया, अभी एक दो दिन पहले ही हमारे गांव के लोगों ने नदी के किनारे एक मंदिर बनाया है. ചൗതാൻ വല്ലരിയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഏക് ദോ ദിൻ പെഹലെ, ഒന്ന് രണ്ട് ദിവസം മുമ്പ്, ഹമാരെ ഗാവ് കെ ലോഗോനെ, നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകള്, നദി കെ കിനാരെ, നദിയുടെ തീരത്ത്, ഏക് മന്ദിർ ബനായ ഹേ. മന്ദിർ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ, ഒരു പുതിയ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ये लोग बौद्ध विहार से भगवान बुद्ध और उनके शिष्यों की मूर्तियां लाए हैं. ബൗദ്ധ വിഹാർ. അപ്പോ ഭഗവാൻ ശ്രീബുദ്ധനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭഗവാൻ ശ്രീബുദ്ധനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന സന്യാസിമാര്, ബുദ്ധ സന്യാസിമാർ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അപ്പൊ അവര് താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവര് പ്രാർത്ഥനയൊക്കെ ആയിട്ട് താമസിക്കുന്ന സ്ഥലത്തിനാണ്
ബുദ്ധവിഹാർ അല്ലെങ്കിൽ ബൗദ്ധവിഹാർ എന്ന് പറയാം. അപ്പൊ ഈ ഗ്രാമത്തിലുള്ള ആളുകള് ബൗദ്ധവിഹാറിൽ നിന്നും ഭഗവാൻ ബുദ്ധന്റെയും और उनके शिष्यों की ബുദ്ധന്റെ ശിഷ്യന്മാരുടെയും മൂർത്തിയാം പ്രതിമകള് അല്ലെങ്കിൽ സ്റ്റാച്യൂസ് അത് കൊണ്ടുവരികയാണ്. और उन्हें मंदिर ले जा रहे हैं. അവര് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഈ അമ്പലത്തിലേക്ക് ആ പ്രതിമകള് കൊണ്ടുപോവുകയാണ്. ये मूर्तियां 3 दिन तक उस मंदिर में रखी रहेगी. അപ്പോ ഈ കൊണ്ടുവരുന്ന മൂർത്തിയാം 3 दिन तक 3 ദിവസം उस मंदिर में ആ പുതിയതായിട്ട് ഉണ്ടാക്കിയിരുന്ന അമ്പലത്തില് രഖി രഹേങ്കി അവിടെ വെക്കും. എന്നിട്ടോ गांव के लोग इन मूर्तियों पर प्रतिदिन जल चढ़ाएंगे और इनकी पूजा करेंगे. ആളുകള് ഇൻ മൂർത്തിയോം പർ ഈ വെക്കുന്ന പ്രതിമകളിൽ പ്രതിദിൻ എല്ലാ ദിവസവും ജൽ ചടായെങ്കെ വെള്ളമൊഴിക്കും और इनकी पूजा करेंगे നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ പ്രതിമകളുടെ പൂജ ചെയ്യും. क्या हम लोग भी शोभा यात्रा में सम्मिलित हो सकते हैं? വല്ലരിക്ക് പിതാജീനെ പൂച്ച. ഇത് കണ്ടപ്പോ വല്ലരിയുടെ അച്ഛൻ ചോദിച്ചു, ക്യാ ഹം ലോഗ് ബി നമ്മളും ശോഭായാത്രാമേ സമ്മിലിത് ഹോ സക്തേ ഹേ? ഈ ശോഭായാത്രയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? നമുക്കും അവരുടെ കൂടെ പോവാൻ പറ്റുമോ? അവശ്യ. ചലിയേ ഹം സബ് ശോഭായാത്രാമേ ചലത്തെ ഹേ ചൗതാൻ കെ പിതാജി ബോലെ. അപ്പൊ ചൗതാന്റെ പിതാജി പറഞ്ഞു, ഉറപ്പായിട്ടും ചലിയേ വരൂ, ഹം സബ് ശോഭായാത്രാമേ ചലത്തെ ഹേ നമുക്കൊക്കെ ആ ശോഭായാത്രയുടെ കൂടെ പോവാം. സബ് ലോഗ് ശോഭായാത്രാമേ സമ്മിലിത് ഹോ ഗയേ. അപ്പൊ അവരെല്ലാരും കൂടി നേരത്തെ പോയിക്കൊണ്ടിരുന്ന ആ ശോഭായാത്രയിലേക്ക് ജോയിൻ ചെയ്ത് അവരുടെ കൂടെ പോവാൻ തുടങ്ങി. ശോഭായാത്രാമേ ലോഗ് ഗാത്തെ ബജാത്തെ ഹുയെ और നാച്ചത്തെ കൂത്തെ ഹുയെ ചലേ ജാ രഹേ ഥേ. എങ്ങനെയാണ് ശോഭായാത്രയിൽ ആളുകൾ പോകുന്നത്? ഗാത്തെ ബജാത്തെ ഹുയെ കൊട്ടും പാട്ടുമൊക്കെയായി, നാച്ചത്തെ കൂത്തെ ഹുയെ നന്നായി ഡാൻസ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഉനക്കി പ്രസന്നത കാ ടിക്കാന നഹീ ഥാ. പ്രസന്നത ഹാപ്പിനെസ്, അവരുടെ ഹാപ്പിനെസ്സിന് ഒരു അളവും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് എല്ലാരും ഹാപ്പി ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. थोड़ी देर में ശോഭായാത്ര മന്ദിർ കെ പാസ് പहुंची. അവരൊക്കെ ശോഭായാത്രയിൽ ജോയിൻ ചെയ്തു അല്ലെ. കുറച്ച് സമയം കൊണ്ട് ശോഭായാത്ര മന്ദിർ കെ പാസ് അമ്പലത്തിന്റെ അടുത്ത് പहुंची എത്തി. मंदिर की जालीदार दीवारें भास और भास की गपचियों से बनी हुई थी. അമ്പലത്തിന്റെ വാൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ജാലിദാർ ദിവാരയുമാണ്. ജാലിദാർ എന്ന് പറഞ്ഞാൽ ഗ്രിൽ ഇട്ടിരിക്കുന്ന ദിവാരെ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ കൊണ്ടല്ല. ബാസ് ഓർ ബാസ് കി ഗപ്ചിയോസെ, അതായത് ബാംബുവും അതിന്റെ ബാംബുവിന്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടാണ് ആ വാളുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ബീച്ച് ബീച്ച് മേ പേടോं की हरी टहनियां लगाई गई थी. നല്ല ഗ്രീൻ മരച്ചില്ലകളും അതിന്റെ ഇടയിലൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. और घोस घोस कर उन पर रंग बिरंगे फूल सजा दिए गए थे. അത് കൂടാതെ അതിന്റെ ഇടയിലൊക്കെ പല സ്ഥലത്തായിട്ട് നല്ല രംഗ് ബിരംഗെ കളർഫുൾ ആയിട്ടുള്ള ഫൂൽ സജാ ദിയേ ഗയേ ഥേ പൂക്കളും കൂടി വെച്ച് അലങ്കരിച്ചിരുന്നു. ഏകദേശം ഇതേപോലെയൊക്കെ കണ്ടോ, ബാംബു കൊണ്ടുള്ള വാൾസ് ആണ്. അപ്പൊ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ടെമ്പിൾ. इतना सादा और सुंदर मंदिर वल्लरी ने पहले कभी नहीं देखा था. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള അമ്പലം വല്ലരി മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. देखते देखते भीड़ मंदिर के द्वार पर एकत्रित होने लगे. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഭീഡ് ക്രൗഡ് ഇങ്ങനെ ഓരോ ആളുകളായിട്ട് വന്ന് മന്ദിർ കെ ദ്വാർ പർ അമ്പലത്തിന്റെ എൻട്രൻസിൽ ഏകത്രിത് ഹോനെ ലഗെ അവിടെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. बौद्ध भिक्षुओं ने मंत्र पढ़ते हुए इन मूर्तियों को पालकियों से उतारा और इन्हें मंदिर में रख दिया. अब वे इन मूर्तियों की पूजा करने लगे और इन पर जल चढ़ाने लगे. അങ്ങനെ ബുദ്ധ ഭിക്ഷുവിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധ സന്യാസിമാര് മന്ത്ര പഠിത്തേ ഹുവേ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഇൻ മൂർത്തിയോങ്കോ പാൽക്കിയോസെ
കാരേജിൽ ഉണ്ടായിരുന്ന ഈ ഐഡൽസ്, ഈ വിഗ്രഹങ്ങൾ അതിനെ പുറത്തെടുത്തു. ഓർ ഇനി മന്ദിർ മേ രഖ് ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഈ മൂർത്തികളെ വെച്ചു. अब वे इन मूर्तियों की पूजा करने लगे. അതിനുശേഷം അവര് ഈ മൂർത്തിനെയൊക്കെ പ്രാർത്ഥിക്കാൻ, അതിനെയൊക്കെ പൂജ ചെയ്യാൻ തുടങ്ങി. और इन पर जल चढ़ाने लगे. മൂർത്തിയുടെയൊക്കെ മേലെ വെള്ളം ഒഴിച്ചിട്ടും അതിനെ പൂജിക്കാൻ തുടങ്ങി. ഹസി ഖുഷി के इस वातावरण में, इत्र happy ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു എൻവയോൺമെന്റിൽ वल्लरी ने देखा कि लोग एक दूसरे पर बाल्टियां भर भर कर पानी डाल रहे हैं. അപ്പോഴാണ് വല്ലരി ഒരു കാര്യം കണ്ടത്. എല്ലാരും ചുറ്റുമുള്ള ആളുകളൊക്കെ ബാൽട്ടിയാം, ബക്കറ്റുകൾ, ഭർ ബർക്കർ, ബക്കറ്റുകളിൽ നിറയെ വെള്ളം എടുത്തിട്ട് മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഇതുപോലെ. വേ ഏക് ദൂസരെ കെ ചെഹ്റോं पर चावल का आटा भी लगा रहे हैं. അത് കൂടാതെ അവര് മറ്റുള്ളവരുടെ ഒക്കെ മുഖത്ത് ചാവൽ കാ ആട്ട, അരിപ്പൊടിയും തേച്ചു കൊടുക്കുന്നുണ്ട്. വല്ലരിക്കോ ഹോളിക്ക് യാദാഗയി. ഹോളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എന്താ ഹോളി സെലിബ്രേഷൻ? അതിൽ കളർ കലക്കിയ വെള്ളമൊക്കെ എല്ലാവരും മറ്റുള്ളവരുടെ ദേഹത്തേക്കൊക്കെ ഒഴിക്കും. അതുപോലെ പലതരത്തിലുള്ള കളർ അവരുടെ ദേഹത്തും മുഖത്തും ഒക്കെ തേച്ചും കൊടുക്കും. വല്ലരിക്ക് ഇത് കണ്ടപ്പോ ഹോളിയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. उसने चौतान से कहा, चौतान भाई लगता है कि लोग होली का त्योहार मना रहे हैं. ചൗത്താൻ ഭായി നോക്കൂ, ഇവരൊക്കെ ഹോളി കളിക്കുകയാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഹോളി ആഘോഷിക്കുകയാണെന്നാണ് തോന്നുന്നത്. ചൗത്താൻ ബോല, തുമേ മാലൂം നഹി ആജ് ഹമാരെ യഹാ സാൻകേൻ കാ ത്യോഹാർ ഹേ. അപ്പൊ ചൗത്താൻ ഭായി പറയാ, നിനക്കറിയില്ലേ, ഇത് ഹോളിയല്ല, ഇവിടെ ഇന്ന് സാൻകേൻ കാ ത്യോഹാർ ഹേ. ഇവരെല്ലാരും സാൻകേൻ ആണ് ആഘോഷിക്കുന്നത്. ആജ് സെ ഹമാര നയാ വർഷ ആരംഭ ഹോത്താ ഹേ. ഇന്ന് മുതൽ ഞങ്ങളുടെ പുതിയ വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലും ഇതുപോലെ ഒരു പുതുവർഷ ആഘോഷം ഉണ്ടല്ലേ. നമുക്ക് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജനുവരി 1-നാണ് ന്യൂ ഇയർ എങ്കിലും ഓരോ സ്റ്റേറ്റിലും ന്യൂ ഇയർ പല സമയത്തായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തില് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് ഒരു മലയാള ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടാണ്. അതുപോലെ അരുണാചൽ പ്രദേശിലുള്ള ഈ ട്രൈബിലുള്ള ആൾക്കാര് ന്യൂ ഇയർ ആയിട്ടാണ് സാൻകേൻ सेलिब्रेट ചെയ്യുന്നത്. वल्लरी ने बताया, हमारे यहाँ भी होली से ही नया वर्ष आरंभ होता है. അപ്പോ വല്ലരി പറയാ, ഞങ്ങളുടെ അവിടെയും ഹോളി ആഘോഷിക്കുന്നത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടാണ്. അപ്പൊ ഹോളി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ വർഷം ആരംഭിക്കും. होली के दिन हम लोग भी एक दूसरे के ऊपर रंगीन पानी फेंकते हैं और मुंह पर गुलाल लगाते हैं. നിങ്ങൾ ഇവിടെ വെള്ളം ഒഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ അരിപ്പൊടി അപ്ലൈ ചെയ്യും പോലെ തന്നെയാണ് ഞങ്ങളും ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? കളർഫുൾ ആയിട്ടുള്ള വെള്ളം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഒഴിക്കും. അതുപോലെ തന്നെ മുഹ് പർ ഗുലാൽ ലഗാത്തെ ഹേ. ഗുലാൽ എന്ന് പറഞ്ഞാൽ ഹോളിക്ക് തേച്ചു കൊടുക്കുന്ന ആ കളറിന്റെ പേരാണ്. होली के दूसरे दिन लोग एक दूसरे से मिलने जाते हैं. उस दिन लोग घरों में कई प्रकार की मिठाइयों और नमकीन बनाते हैं और अतिथियों का स्वागत करते हैं. അപ്പൊ ഹോളിയുടെ ദൂസരേ ദിൻ, അടുത്ത ദിവസം നമ്മൾ ഏക് ദൂസരേ സെ മിൽനെ ജാത്തെ ഹെ. നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കാണാൻ അവരുടെ വീടുകളിലേക്ക് പോകും. ഉസ് ദിൻ ലോഗ്, ആ സമയത്ത് ആളുകള് വീട്ടില് ഘരോമേ കൈ പ്രകാർ കി മിഠായിയ, പലതരത്തിലുള്ള മിഠായിയും ഓർ നംകീൻ, പലതരത്തിലുള്ള സ്നാക്സും ഒക്കെ ഉണ്ടാക്കും. ഓർ അതിഥിയോം കാ സ്വാഗത് കർത്തെ ഹെ. ഇതൊക്കെ കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്ന ഗസ്റ്റിനെയൊക്കെ അവര് സ്വീകരിക്കുന്നത്, വെൽക്കം ചെയ്യുന്നത്. चौतान ने बताया, आज शाम को हम लोग भी अपने ताऊजी के यहाँ जाएंगे. അപ്പോ ചൗത്താൻ പറയാ, ഇന്ന് വൈകുന്നേരം ഞങ്ങളും ഞങ്ങളുടെ താऊजी के यहाँ जाएंगे. താऊजी എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ബ്രദർ, അതിനാണ് താऊजी എന്ന് പറയുന്നത്. हमारी ताई जी ने भी विभिन्न प्रकार के पकवान बनाए होंगे. ഞങ്ങളുടെ തായിജി, അതായത് അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ, നമ്മള് വല്യമ്മ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തായിജീനെ ബി, ഞങ്ങളുടെ തായിജിയും വിഭിന്ന പ്രകാരക്കെ പക്വാൻ, പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഹം ഉനെ പ്രണാം കരേങ്കെ, ഞങ്ങൾ അവരെയൊക്കെ റെസ്പെക്റ്റോടെ പ്രണാം ചെയ്യും. വേ ഹമേ ആശീർവാദ് ദേങ്കെ, അവരെ നമുക്ക് ബ്ലെസ്സിങ്സ് തരും.
कल मेरी बुआ जी और मेरे फूफा जी भी हमारे यहाँ आएंगे. അത് മാത്രല്ല നാളെ ഞങ്ങളുടെ ബുവാജി, ബുവ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സിസ്റ്റർ ആണ്. അപ്പൊ അച്ഛന്റെ സിസ്റ്ററും അവരുടെ ഹസ്ബൻഡാണ് ഫൂഫാജി, അവരൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും വരും. इतने में किसी ने वैलरी और उसके पिताजी पर एक बाल्टी पानी डाल दिया. ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഒരാള് വല്ലരി ഓർ ഉസ്കെ പിതാജി പർ, വല്ലരിയുടെയും അവരുടെ അച്ഛന്റെയും മേലേക്ക് एक बाल्टी पानी डाल दिया, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. വേ ഭീഗേ, അവര് നനഞ്ഞു പോയി ആ വെള്ളത്തില്. फिर तो लोग बहुत देर तक एक दूसरे पर पानी डालते रहे और सांकेन मनाते रहे. അങ്ങനെ ആളുകളെല്ലാം കുറേ സമയത്തേക്ക് മറ്റുള്ളവരുടെ മേലേക്ക് വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് അവർ സാങ്കേൻ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. 3 दिन तक इसी तरह सांकेन मनाया जाता है, ചൗത്താൻ ने बताया. അപ്പൊ ചൗത്താൻ പറഞ്ഞു 3 दिन कर, ഈ 3 ദിവസം വരെ ഇസി തര, ഇങ്ങനെ തന്നെ സാങ്കേൻ മനായ ജാത്താ ഹെ, സാങ്കേൻ ആഘോഷങ്ങള് പല പല ആഘോഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. तीसरे दिन, മൂന്നാമത്തെ ദിവസം बौद्ध भिक्षु इन मूर्तियों को पुनः पालकियों में रखकर बौद्ध विहार ले जाएंगे. നമ്മൾ ഇനീഷ്യലി പറഞ്ഞു ഈ മൂർത്തികളൊക്കെ എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ബുദ്ധവിഹാരത്തിൽ നിന്നാണല്ലേ. അപ്പൊ മൂന്നാമത്തെ ദിവസമാവുന്ന സമയത്ത് ബുദ്ധ സന്യാസിമാര് മൂർത്തികളൊക്കെ എടുത്തിട്ട് തിരിച്ച് അവരുടെ ബുദ്ധവിഹാരത്തിലേക്ക് കൊണ്ടുപോകും. വഹാം വേ मंत्र पढ़ पढ़कर इन मूर्तियों को इनके स्थान पर रख देंगे. അവിടെ മന്ത്രം ജപിച്ച് അത് എവിടുന്നാണോ എടുത്തു കൊണ്ടുവന്നിരുന്നത്, അതിന്റെ ഒറിജിനൽ സ്ഥാനം എവിടെയാണോ അവിടെ തന്നെ തിരിച്ച് വെക്കും. चौथान के पिताजी ने बताया, गांव के लोग फिर बौद्ध विहार जाएंगे और भिक्षुओं को बार बार दंडवत प्रणाम करेंगे. റെസ്പെക്റ്റോടെ വിഷ് ചെയ്യുന്നതിനാണ് പ്രണാം ചെയ്യാന്ന് പറയാ. ബുദ്ധ ഭിക്ഷുക്കള് ഈ മൂർത്തിയം അവരുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയതിനു ശേഷം ഗ്രാമത്തിലെ ആളുകളൊക്കെ ഇതേ ബുദ്ധവിഹാരത്തിൽ പോയിട്ട് ഈ സന്യാസിമാരെടുത്ത് പ്രണാം കരേങ്കെ, ഭിക്ഷു ലോഗ് ഹമേ ആശീർവാദ് ദേങ്കെ, അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാര് ഈ ഗ്രാമവാസികളെയൊക്കെ അനുഗ്രഹിക്കും. ഇങ്ങനെയാണ് അവര് സാങ്കേൻ ആഘോഷിക്കുന്നത്. ഖേത്തി ഫൂലെ ഫലേ തുമാരി തുമേ നഹോ കോയി ബിമാരി. അവരൊക്കെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായി വരട്ടെ. ഫൂലെ ഫലേ, എല്ലാം നിങ്ങൾക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ നിറയെ ഉണ്ടാവട്ടെ. തുമേ നഹോ കോയി ബിമാരി, നിങ്ങൾക്ക് ഒരു അസുഖവും വരാതിരിക്കട്ടെ. ഹിൽ മിൽക്കർ സബ് നാച്ചേ ഖായേ, എല്ലാരും നൃത്തം ചെയ്ത് നന്നായി പാട്ടൊക്കെ പാടി ആഘോഷിക്കൂ. നേ സാൽ മേ ഖുഷി മനായേ, പുതിയ വർഷം ആരംഭിക്കുന്നതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ പുതുവർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്നാണ് ഈ ബുദ്ധ സന്യാസിമാര് ഈ ഗ്രാമവാസികളെയൊക്കെ അനുഗ്രഹിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററില് കുറച്ച് ന്യൂ വേർഡ്സ് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഫസ്റ്റ്, മണ്ഡൽ കാര്യാലയ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആണ്. അധികാരി, ഓഫീസർ. ബീഡ്ബരി, ക്രൗഡഡ് ആയിട്ടുള്ള. കതാരെ, ക്യൂസ്, ലൈൻസ്. ശാന്ത്, ക്വയറ്റ് ആയിട്ടുള്ള, സൈലന്റ് ആയിട്ടുള്ള. വാതാവരൺ, എൻവയോൺമെന്റ്. ഹരിയാലി, ഗ്രീനറി. മുസ്കാൻ, സ്മൈൽ. സഫായി, ക്ലീനിങ്. പക്വാൻ, സ്പെഷ്യൽ ഫുഡോ അല്ലെങ്കിൽ സ്നാക്സിനൊക്കെയാണ് പക്വാൻ എന്ന് പറയുന്നത്. സ്വാദിഷ്ട്, ഡെലീഷ്യസ്. ശോഭായാത്ര, പൊസഷൻ അല്ലെങ്കിൽ ഡെക്കറേറ്റഡ് പരേഡ് ഡ്യൂറിംഗ് ഫെസ്റ്റിവൽസ്, അതിനാണ് ശോഭായാത്ര എന്ന് പറയുന്നത്. പിന്നെ കന്ധോം, ഷോൾഡേഴ്സ്. പാലക്കി, പാലക്കി എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റഡ് കാരിയേജ് ആണ്. മൂർത്തിയാം, ഐഡൽ, സ്റ്റാച്യൂസ്, വിഗ്രഹങ്ങൾ, അതാണ് മൂർത്തിയാം. ഉത്സാഹ്, എക്സൈറ്റ്മെന്റ്. പ്രസന്ന, ഹാപ്പി, ചീർഫുൾ ആയിട്ടിരിക്കുക, അതിനാണ് പ്രസന്ന എന്ന് പറയുന്നത്. നദി കെ കിനാരെ, ഓൺ ദ റിവർ ബാങ്ക്. ബൗദ്ധ വിഹാർ, ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി. പ്രതിദിൻ, എവറി ഡേ, ഡെയിലി. ജൽ, വാട്ടർ. ചടായെങ്കെ, വിൽ ഓഫർ, വെള്ളം മൂർത്തിയുടെ മുകളിൽ
വർഷിപ്പിനായിട്ട് ഒഴിക്കുന്നതിനാണ് ജൽ ചടായെങ്കെ എന്ന് പറയുന്നത്. സമ്മില്ലിത് അതിന് ജോയിൻ ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നാസ്തെ കൂത്തെ ഡാൻസിങ് ആൻഡ് ജമ്പിങ്. ജാലിദാർ ദിവാരെ വാൾസ് വിത്ത് നെറ്റ് ലൈക്ക് ഡിസൈൻ. ബാൻസ് ബാംബൂ. ഗപ്ചിയോം തിൻ സ്ട്രൈപ്സ് ഓഫ് ബാംബൂ. ഘോസ് ഘോസ്കർ അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ഇൻസേർട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാണ്, പൂക്കൾ ഫിക്സ് ചെയ്യാണ്, അതിനാണ് ഘോൻസ് ഘോൻസ്കർ എന്ന് പറയുന്നത്. ഏകത്രിത് ഗ്യാതേർഡ് എല്ലാരും അമ്പലത്തിന്റെ മുന്നിൽ ഗ്യാതേർഡ് ആയി. വാതാവരൺ നേരത്തെ പറഞ്ഞു എൻവയോൺമെന്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ആണ്. ഇവിടെ ഹസി ഖുഷിക്ക് ഇസ് വാതാവരൺ. അപ്പൊ അത് ഈ സന്തോഷത്തിന്റെ എൻവയോൺമെന്റിൽ എല്ലാവരും സന്തോഷത്തോടെ ചുറ്റുമുള്ളവരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നതിനാണ് ഹസി ഖുഷിക്ക് ഇസ് വാതാവരൺ എന്ന് പറയുന്നത്. ബാൽട്ടി ബക്കറ്റ്. ഭർ ഭർക്കർ അത് ഫില്ല് ചെയ്തിട്ട് അതിനാണ് ഭർ ഭർക്കർ എന്ന് പറയാം. ചാവൽ കാ ആട്ട അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് ഫ്ലവർ. ആരംഭ് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഫേക്തെ ത്രോയിങ്. ഫേക്ന എന്ന് പറഞ്ഞാൽ ത്രോയിങ്. താവുജി ഫാദേഴ്സ് എൽഡേഴ്സ് ബ്രദർ. ആൻഡ് താവുജി എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് എൽഡേഴ്സ് ബ്രദേഴ്സ് വൈഫ്. അച്ഛന്റെ ചേട്ടൻ പിന്നെ അച്ഛന്റെ ചേട്ടന്റെ വൈഫ്. ബുവാജി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സിസ്റ്റർ. ഫൂഫാജി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ്. പ്രണാം ബോയിങ് വിത്ത് റെസ്പെക്ട്. ആശീർവാദ് ബ്ലെസ്സിങ്. അപ്പോ ഇവിടെ വെച്ചിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വേർഡ്സിന്റെ മീനിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും വീണ്ടും വീണ്ടും ഈ ചാപ്റ്റർ വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.